Hi, welcome back to Computer Science or Computer Application യൂട്യൂബ് ചാനൽ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് വെബ് ടെക്നോളജി എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ പാർട്ട് 1 ആയിരുന്നു. കമ്പ്യൂട്ടർ സയൻസിൻ്റെയും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെയും 4ാമത്തെ ചാപ്റ്ററാണ് വെബ് ടെക്നോളജി. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളുമായിട്ട് നമ്മുടെ ഫസ്റ്റ് പാർട്ട് നിങ്ങളെല്ലാവരും കണ്ടിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള നമ്മളുടെ സെക്കൻഡ് പാർട്ടാണ്. ഈ പാർട്ടിൽ നമുക്ക് പ്രധാനമായിട്ടും 3 പോയിന്റുകളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് ഡാറ്റ സെൻറ്റർ, ഒന്ന് സോഫ്റ്റ്വെയർ പോർട്സ്, വേറൊന്ന് DNS സെർവർ. അങ്ങനെ 3 പോയിൻറ്റ്സുകളാണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. അതിലെ ആദ്യത്തെ ഡാറ്റ സെൻറ്റർ എന്താണെന്ന് നോക്കാം. നമുക്ക് നമ്മളുടെയൊക്കെ വീട്ടിൽ സ്റ്റോർ റൂം ഉണ്ടാവാറില്ലേ? ഈ സ്റ്റോർ റൂമിൻ്റെ ആവശ്യം എന്താ? നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വയ്ക്കുക, സൂക്ഷിച്ച് വയ്ക്കുന്ന ഒരു സ്ഥലമല്ലേ നമ്മുടെ സ്റ്റോർ റൂം. അതുപോലെ ഓരോ സ്ഥാപനത്തിലും ഓരോ റെക്കോർഡ് റൂമുകൾ ഉണ്ടാവും അല്ലേ? അവരുടെ ഫയലുകളും കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കുന്നതിന് വേണ്ടിയിട്ട് റെക്കോർഡ് റൂമുകൾ ഉണ്ടാവും. അതേപോലെ വലിയ ഓർഗനൈസേഷൻസൊക്കെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എല്ലാ ഡീറ്റെയിൽസും എല്ലാ കമ്പനീസും മൊത്തം നെറ്റ്വർക്ക്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കമ്പ്യൂട്ടറൈസ് ചെയ്തിട്ടുള്ള വലിയ കമ്പനികളും സ്ഥാപനങ്ങളൊക്കെ അവരുടെ ഈ നെറ്റ്വർക്കിംഗ് സിസ്റ്റംസും അതുപോലെ സെർവർ സിസ്റ്റംസ് ഒക്കെ ഉണ്ടാവില്ലേ? അത്തരം സെർവർ സിസ്റ്റംസും അതുപോലെ നെറ്റ്വർക്കിങ്ങിൻ്റെ ഡിവൈസുകളെല്ലാം ഒരു എന്താ പറയുക, ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു റൂമിലായിരിക്കും ഫിക്സ് ചെയ്തിട്ടുണ്ടാവുക. അപ്പം നമ്മൾ ബാങ്കിലൊക്കെ പോകുന്ന സമയത്ത് സെർവർ റൂം എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടിട്ടില്ലേ? അതുപോലെ വലിയ കമ്പനീസൊക്കെ, ഇപ്പോൾ IBM, ഗൂഗിൾ അതുപോലെയുള്ള വലിയ നാഷണലൈസ്ഡ് കമ്പനികളൊക്കെ അവരുടെ നെറ്റ്വർക്കിങ്ങിൻ്റെ അല്ലെങ്കിൽ ഈ കമ്പ്യൂട്ടർ നെറ്റ്വർക്കുള്ള വലിയ സെർവേഴ്സും ഡാറ്റകളൊക്കെ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വലിയ സെർവേഴ്സും അതുപോലെ തന്നെ അവരുടെ നെറ്റ്വർക്കിംഗ് ഡിവൈസുകളൊക്കെ ഉണ്ടാവില്ലേ? ഹബ്ബ്, റൂട്ടർ പോലുള്ള ഡിവൈസുകളൊക്കെ ഉണ്ടാവില്ലേ? അങ്ങനത്തെയൊക്കെ സൂക്ഷിച്ച് വെക്കാനുള്ള ആ കമ്പനിയിലുള്ള ഒരു ഡെഡിക്കേറ്റഡ് ഫിസിക്കൽ ലൊക്കേഷൻ അല്ലേ? ഒരു സെപ്പറേറ്റ് റൂം അല്ലെങ്കിൽ സെപ്പറേറ്റ് ലൊക്കേഷനെയാണ് നമ്മൾ എന്ത് പറയുക? ഇവിടെ ഡാറ്റ സെൻറ്റർ എന്ന് പറയാം. ഓക്കെ, അതിൻ്റെ ഡെഫിനേഷൻ കണ്ടാൽ തന്നെ നമുക്കറിയാം, എ ഡാറ്റ സെൻറ്റർ ഈസ് എ ഡെഡിക്കേറ്റഡ് ഫിസിക്കൽ ലൊക്കേഷൻ. ഡെഡിക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? അതിന് വേണ്ടി മാത്രം ഉപയോഗിക്കാൻ പറ്റുന്നത് അല്ലേ? അതിന് വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്തത്. അപ്പോൾ ഡാറ്റ സെൻറ്റർ ഈസ് എ ഡെഡിക്കേറ്റഡ് ഫിസിക്കൽ ലൊക്കേഷൻ. എന്തിനു വേണ്ടിയിട്ടുള്ള ലൊക്കേഷനാണ്? വേർ ഓർഗനൈസേഷൻസിൻ്റെ ഡാറ്റകൾ അല്ലേ ഹൗസ് എന്ന് പറഞ്ഞാൽ എന്താ? ഹൗസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോർ ചെയ്യാമെന്ന് അർത്ഥം അല്ലേ? ഓർഗനൈസേഷൻസ് ദെയർ സെർവേഴ്സ് ആൻഡ് നെറ്റ്വർക്കിംഗ് സിസ്റ്റംസ്, അതായത് സെർവേഴ്സും നെറ്റ്വർക്കിംഗ് സിസ്റ്റംസ് എല്ലാം സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഫിസിക്കൽ ലൊക്കേഷനെ, ഓരോ കമ്പനീസിലുള്ള ഫിസിക്കൽ ലൊക്കേഷൻസിനെ നമ്മൾ പറയുന്ന പേരാണ് ഡാറ്റ സെൻറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഡാറ്റ സെൻറ്റേഴ്സിൻ്റെ ആവശ്യം എന്താണ്? ഡാറ്റ സെൻറ്റേഴ്സ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഇപ്പോൾ ഗൂഗിളിലൊക്കെ നമ്മൾ എന്തെങ്കിലും സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് വേണ്ട ഇൻഫർമേഷൻസും ഡാറ്റകളൊക്കെ കിട്ടുന്നില്ലേ അല്ലേ? അപ്പോൾ ഇത്തരം ഡാറ്റകളും അതുപോലെ തന്നെ ഇൻഫർമേഷൻസൊക്കെ സ്റ്റോർ ചെയ്യുക, അത് പ്രോസസ്സ് ചെയ്യുക, ആവശ്യക്കാർക്ക് അത് പ്രൊവൈഡ് ചെയ്യുക, നമ്മളെപ്പോലുള്ള ക്ലയൻസിന് അത് പ്രൊവൈഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്നതും കൂടിയാണ് ആരുടെ ഡ്യൂട്ടി? ഈ ഡാറ്റ സെൻറ്റേഴ്സിൻ്റെ ഡ്യൂട്ടി. അപ്പോൾ ഡാറ്റ സെൻറ്റേഴ്സ് ആർ യൂസ്ഡ് ഫോർ, ഡാറ്റ സെൻറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ്? സ്റ്റോറിങ്, പ്രോസസ്സിംഗ് ആൻഡ് സെർവിങ് ലാർജ് എമൗണ്ട് ഓഫ് മിഷൻ ക്രിട്ടിക്കൽ ഡാറ്റ ടു ദെയർ ക്ലയൻസ്. അതായത് ഡാറ്റകൾ സ്റ്റോർ ചെയ്യുന്നത്, അതായത് ഓരോ കമ്പനീസിൻ്റെയും ക്രിട്ടിക്കൽ ഡാറ്റ മീൻസ് ഇമ്പോർട്ടൻറ്റ് ഡാറ്റകൾ അവരുടെ ക്ലയൻസിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്യുക, അതുപോലെ തന്നെ പ്രോസസ്സ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട്, അതുപോലെ ആവശ്യക്കാർക്ക് സെർവ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് സൂക്ഷിച്ചു വെക്കാനുള്ള ആ ഒരു പ്ലേസ്, അതാണ് നമ്മളുടെ ഡാറ്റ സെൻറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇത്ര മാത്രമേ ഉള്ളൂ. അതായത് വലിയ കമ്പനീസിൻ്റെ എല്ലാം നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡാറ്റകളെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡാറ്റകളൊക്കെ സൂക്ഷിച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മെയിൻ സിസ്റ്റംസ്, സെർവറുകളും ആ നെറ്റ്വർക്കിലുള്ള ഡിവൈസുകളൊക്കെ സ്റ്റോർ ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള ഒരു ഫിസിക്കൽ ലൊക്കേഷൻ, അതിനെയാണ് നമ്മൾ ഡാറ്റ സെൻറ്റേഴ്സ് എന്ന് പറയുക. അപ്പോൾ ഓരോ കമ്പനീസിൻ്റെ ഇമ്പോർട്ടൻ്റ് ഡാറ്റകൾ സ്റ്റോർ ചെയ്യുക, അത് ആവശ്യക്കാർക്ക് പ്രൊവൈഡ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള മെയിൻ സിസ്റ്റം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു റൂം, അതിനെയാണ് നമ്മൾ ഡാറ്റ സെൻറ്റേഴ്സ് എന്ന് പറയുക. ഇനി നമുക്ക് സോഫ്റ്റ്വെയർ പോർട്സ് എന്താണെന്ന് നോക്കാം. ഓക്കെ, നമ്മൾ +1 നമ്മൾ 3ാമത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ് പോർട്ട് എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഹാർഡ്വെയർ പോർട്ടുകളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് പുറത്തുനിന്നുള്ള എക്സ്റ്റേണൽ ഡിവൈസുകളെ, കീബോർഡ്, മൗസ് അതുപോലുള്ള എക്സ്റ്റേണൽ ഡിവൈസുകളെ കമ്പ്യൂട്ടർ മദർ ബോർഡുമായിട്ട് അല്ലെങ്കിൽ പ്രൊസസ്സറുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ആ ഒരു സ്പേസിനെയാണ് നമ്മൾ എന്ത് പറയുക? അവിടെ പോർട്ട് എന്ന് പറയുക. അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊസസ്സറുമായിട്ട് അല്ലെ, പ്രൊസസ്സർ പറഞ്ഞാൽ മദർ ബോർഡിലുള്ള ഡിവൈസാണ്. ആ മദർ ബോർഡിലുള്ള ഡിവൈസുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോർട്ട്
പോർട്ടുകൾ യൂസ് ചെയ്യുക. കീബോർഡ് ആയാലും മൗസ് ആയാലും പ്രിൻ്റർ ആയാലും സ്കാനർ ആയാലും എല്ലാം നമ്മൾ കണക്ട് ചെയ്യുന്ന ആ സ്പേസിനെ നമ്മൾ പറയുന്ന പേരായിരുന്നു ഹാർഡ്വെയർ പോർട്ട് എന്ന് പറയുന്നത്, അല്ലേ? അതേപോലെ ഇവിടെ സോഫ്റ്റ്വെയർ പോർട്ടിനെ കുറിച്ചിട്ടും നമുക്ക് പറയാനുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പം നമ്മൾ ഗൂഗിളിൽ നിന്ന് എന്തെങ്കിലും സെർച്ച് ചെയ്ത് എടുക്കുകയെന്ന് വിചാരിക്കുക. ഒന്നില്ലെങ്കിൽ ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ഇമെയിൽ സർവീസുകൾ യൂസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ചുമ്മാ എന്തെങ്കിലും ബ്രൗസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പേയ്മെൻറ്റ് നടത്തുകയാണെന്നൊക്കെ വിചാരിക്കുക. അപ്പം നമുക്ക് ഇൻഫോർമേഷൻ നമ്മൾ ബ്രൗസ് ചെയ്യുമ്പോഴും നമ്മൾ ഇമെയിൽ സർവീസൊക്കെ യൂസ് ചെയ്യുമ്പോഴും നമുക്ക് സെർവറിൽ നിന്നാണ് അത്തരം സർവീസുകൾ നമ്മുടെ ക്ലയൻറ്റിലേക്ക് എത്തുക, അല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക, അല്ലേ? ഇപ്പോൾ ഇൻ്റർനെറ്റിൽ എന്ത് സർവീസ് യൂസ് ചെയ്താലും നമ്മളുടെ ക്ലയൻറ്റും അതുപോലെ തന്നെ സെർവറും തമ്മിൽ കണക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു പ്രോട്ടോക്കോളിൻ്റെ സഹായത്തോട് കൂടിയിട്ട് മാത്രമേ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. പ്രോട്ടോക്കോൾ എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അല്ലേ? ഇപ്പോൾ സെർവറിൽ നിന്ന് നമ്മൾ ഇമെയിൽ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും, ഇൻ്റർനെറ്റിൽ ബ്രൗസ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഓരോരോ പ്രോട്ടോക്കോൾസ് ആണ്. ഇപ്പോൾ FTP, TCP, IP, HTTP, HTTPS, SMTP എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ? അപ്പോൾ ഇവിടെ ഈ സെർവറുമായിട്ട് നമ്മുടെ സിസ്റ്റം കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു സർവീസിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഗൂഗിളിൽ സെർച്ച് ചെയ്യാമെന്ന് വിചാരിക്കാം. അപ്പോൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മളുടെ കമ്പ്യൂട്ടറും മീൻസ് നമ്മളുടെ ക്ലയൻസും ആ ഗൂഗിളിൻ്റെ സെർവറും തമ്മിൽ കണക്ഷൻ ഉണ്ടാവണം. എന്നാലാണ് ഗൂഗിളിലുള്ള ഫയലുകൾ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് നമുക്ക് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പോൾ ഇങ്ങനെ ഈ സെർവറും ക്ലയൻസും തമ്മിൽ കണക്ട് ചെയ്യാനുള്ള ആ ഒരു പോർട്ട് ഉണ്ടല്ലോ, അതായത് എവിടെയാണോ ക്ലയൻസും സെർവറും തമ്മിൽ കണക്ട് ചെയ്യുന്നത്, ആ കണക്ട് ചെയ്യുന്ന ആ ഒരു പോർട്ട് ഉണ്ടല്ലോ, ആ പോർട്ടിനെയാണ് നമ്മൾ സോഫ്റ്റ്വെയർ പോർട്ട്സ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഈ ഇൻ്റർനെറ്റിൽ നിന്ന് എന്ത് സർവീസ് നമ്മൾ ആക്സസ് ചെയ്യുകയാണെന്ന് വെച്ചാലും അത് ഒരു സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ദാറ്റ് ഈസ് പ്രോട്ടോക്കോളിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണെന്ന് പറഞ്ഞു, അല്ലേ? അപ്പോൾ ഓരോ സർവീസുകളും ഓരോ പ്രോട്ടോക്കോളിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ പോർട്ട് എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു, ഓരോ സർവീസുകളും ഓരോ പോർട്ട് വഴിയാണ് സെർവറിൽ നിന്ന് നമ്മുടെ ക്ലയൻറ്റിലേക്ക് എത്തുക എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ സെർവറും ക്ലയൻറ്റുമായിട്ട് കണക്ട് ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഈ ഓരോ സർവീസിനും ഓരോ ഓരോ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൻ്റെ ഓരോ പ്രോട്ടോക്കോൾ ഉണ്ട്. അപ്പോൾ ഈ ഓരോ സർവീസുകളും ഓരോ പോർട്ടിൽ നിന്നാണ് നമ്മൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുക. ഇപ്പോൾ 2021 എന്ന് പറയുന്ന പോർട്ട്, അവിടെയൊക്കെ പോർട്ടിന് നമ്പറാണ്, സോഫ്റ്റ്വെയർ പോർട്ടിന് നമ്പറാണ്. ഹാർഡ്വെയർ പോർട്ടിന് പിന്നെ ഓരോ പേരായിരുന്നു, നിങ്ങൾക്കറിയാം, VGA പോർട്ട്, അതുപോലെ തന്നെ USB പോർട്ട്, അതുപോലെ തന്നെ സീരിയൽ പോർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ പോർട്ടുകളുടെ പേരാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ പോർട്ടുകൾക്ക് പേരല്ല, ഇവിടെ നമ്പറാണ് ഉണ്ടാവുക. അപ്പോൾ ഈ നമ്പർ എന്ന് പറയുന്നത് 16 ബിറ്റ് നമ്പർ ആയിരിക്കും. 16 ബിറ്റ് നമ്പറാണ് സോഫ്റ്റ്വെയർ പോർട്ട്സിന് ഉണ്ടാവുക. അപ്പോൾ 2021 എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ട്, അത് FTP സർവീസിനുള്ളതാണ്, FTP പ്രോട്ടോകോൾസ് ഉപയോഗിച്ചുകൊണ്ടുള്ള സർവീസിനാണ്. 25 എന്ന് പറയുന്നത് നമ്മൾ ഇമെയിലൊക്കെ നോക്കുന്ന സമയത്ത് സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ കണക്ട് ചെയ്യാനുള്ളതാണ്. 80 എന്ന് പറയുന്നത് നമുക്ക് ഇൻ്റർനെറ്റിൻ്റെ പേജുകൾ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതായത് HTTP പ്രോട്ടോകോൾ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. 443 എന്ന് പറയുന്നത് HTTPS, അതായത് സെക്യൂർ ആയിട്ടുള്ള സൈറ്റുകളൊക്കെ നോക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ക്ലയൻറ്റ് സിസ്റ്റംസും അതുപോലെ തന്നെ സെർവർ സിസ്റ്റംസും കണക്ട് ചെയ്യാനുള്ള ആ ഒരു പോർട്ട്, ആ പോർട്ട് എന്ന് പറയുന്നത് നമ്മൾ കണക്ട് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും, ഓരോ സർവീസുകൾ ആക്സസ് ചെയ്യുന്നതിനായിരിക്കും. അപ്പോൾ ആ സർവീസുകൾ ആക്സസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്ന ആ പോർട്ട് പറയാനുള്ളത് പോർട്ട്സ് എന്ന് DNS സെർവറുകളെ കുറിച്ചിട്ടാണ്. DNS സെർവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ IP അഡ്രസ്സുകളുടെ വലിയ ഒരു ഡാറ്റാബേസ് ആണ് നമ്മളുടെ DNS സെർവർ എന്ന് പറയുന്നത്. IP അഡ്രസ്സുകളുടെ വലിയൊരു കളക്ഷനാണ് നമ്മളുടെ DNS സെർവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ DNS സെർവർ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഡാറ്റാബേസുകളുടെ വലിയൊരു കളക്ഷനുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് നമുക്ക് പറയാൻ പറ്റും, അല്ലേ? ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സൈറ്റ് നമുക്ക് ഓപ്പൺ ചെയ്യണം എന്ന് വിചാരിക്കുക, ഗൂഗിളിൻ്റെയോ ഫേസ്ബുക്കിൻ്റെയോ ഏതെങ്കിലും ഒരു സൈറ്റ് നമുക്ക് ഓപ്പൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ബ്രൗസർ എടുത്തിട്ട് www.google.com എന്ന് പറയുന്ന അല്ലെങ്കിൽ facebook.com എന്ന് പറയുന്ന ആ ഒരു URL നമ്മൾ അഡ്രസ് ബാറിൽ ടൈപ്പ് ചെയ്യാറുണ്ട്, അല്ലേ? അപ്പോൾ അങ്ങനെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ എൻ്റർ അടിക്കുമ്പോൾ ഒരു 1-2 സെക്കൻഡ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കൺസേൺ URL മീൻസ് കൺസേൺ വെബ് പേജ് നമ്മളുടെ ആ ക്ലയൻറ്റ് സിസ്റ്റത്തിൽ, അല്ലെങ്കിൽ നമ്മൾ ഏത് സിസ്റ്റത്തിൽ വെച്ചിട്ടാണോ നമ്മൾ ബ്രൗസ് ചെയ്യുന്നത് ആ സിസ്റ്റത്തിൽ എന്ത് വരും, അതിൻ്റെ ആ പേജ് വരും, ഗൂഗിളിൻ്റെയോ ഫേസ്ബുക്കിൻ്റെയോ പേജ് വരും. അത് എങ്ങനെയാണ് വരുന്നത്, എന്താണ് അവിടെ നടക്കുന്ന പ്രോസസ്സ്? അപ്പോൾ അതിൻ്റെ പ്രോസസ്സ് ഇത്രയേ ഉള്ളൂ. നമ്മൾ കൊടുക്കുന്ന URL ഏത് കമ്പ്യൂട്ടറിലാണോ, അതായത് ഇൻ്റർനെറ്റിലുള്ള ഏത് സെർവറിലാണോ സേവ് ചെയ്തിട്ടുള്ളത്,
അതായത് ഇപ്പോൾ www.google.com എന്നാണെങ്കിൽ ആ ഗൂഗിൾ എന്ന് പറയുന്ന ആ വെബ്സൈറ്റ് ഏത് സെർവറിലാണോ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ആ സെർവറിൽ പോയിട്ട് ആ പേജിനെ നമ്മളുടെ കമ്പ്യൂട്ടറിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുക. അതാണ് അവിടെ പ്രോസസ്സ് നടക്കുന്നത്, അല്ലേ? അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മളിവിടെ www.google.com എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെബ്സൈറ്റ് കിട്ടുന്നുണ്ട്, അല്ലേ? പക്ഷേ നമുക്കറിയാം, നമ്മൾ IP അഡ്രസ്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. IP അഡ്രസ്സ് എന്താ? IP അഡ്രസ്സ് നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ ഡിവൈസുകളെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 4 പാർട്ട് ന്യൂമറിക് നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുക അവിടെ IP അഡ്രസ്സ് എന്ന് പറയുക, അല്ലേ? പക്ഷേ നമ്മളൊരു സൈറ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന URL ഇപ്പോൾ www.facebook.com ആണെങ്കിൽ ആ facebook.com എന്ന് പറഞ്ഞിട്ടല്ല എന്ത് ചെയ്യുക, ഇൻ്റർനെറ്റിൽ ഏത് സെർവറിലാണോ ആ ഫയൽ കിടക്കുന്നത് എന്ന് സെർച്ച് ചെയ്യുക. അതിന് എന്ത് ചെയ്യും എന്നറിയോ? ഈ www.facebook.com എന്ന് പറയുന്ന ഈ വെബ്സൈറ്റ് ഏത് സെർവറിലാണോ സേവ് ചെയ്തിട്ടുള്ളത് ആ സെർവറിൻ്റെ IP അഡ്രസ്സ് ഏതാന്ന് നോക്കും, അല്ലേ? ഇപ്പം നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത്, വെബ്സൈറ്റ് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ആ URL ടൈപ്പ് ചെയ്യുമ്പോൾ, URL എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആ വെബ് അഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, www. എന്ന് പറഞ്ഞ അഡ്രസ്സ് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളതാണ്. ഓക്കെ, യൂസേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ആ വേർഡ്സ് ആണ്, അല്ലെങ്കിൽ മീൻസ് ആ ലെറ്റേഴ്സ് ആണ് നമ്മളുടെ URL എന്ന് പറയുന്നത്, വെബ്സൈറ്റ് അഡ്രസ്സ് എന്ന് പറയുന്നത്. പക്ഷേ ഓരോ വെബ്സൈറ്റുകളും ഏത് കമ്പ്യൂട്ടറിലാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ IP അഡ്രസ്സ് കിട്ടിയേ പറ്റുള്ളൂ, അല്ലേ? ഇപ്പോൾ ഗൂഗിൾ എന്ന് പറയുന്ന സൈറ്റ് ആ ഫയൽ ഏത് കമ്പ്യൂട്ടറിലാണെന്നുണ്ടെങ്കിൽ ആ കമ്പ്യൂട്ടറിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ IP അഡ്രസ്സ് ഉപയോഗിച്ചിട്ടാണ് പറ്റുക, അല്ലേ? അപ്പം നമ്മൾ ഏതൊരു സൈറ്റും നമ്മൾ ടൈപ്പ് ചെയ്ത് എൻ്റർ അടിക്കുന്ന സമയത്ത് മില്ലി സെക്കൻഡുകൾ കൊണ്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അത് ഏത് കമ്പ്യൂട്ടറിലാണോ സ്റ്റോർ ചെയ്തിരിക്കുന്നത് അതിൻ്റെ IP അഡ്രസ്സ് വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, അത് നമ്മൾക്ക് ആക്സസ് ചെയ്യുന്നത്. IP അഡ്രസ്സ് വെച്ചിട്ടാണ് അത് ഏത് കമ്പ്യൂട്ടറിലാണ് ഏത് സെർവറിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നതെന്ന് നോക്കുക. എന്നിട്ട് ആ IP അഡ്രസ്സിലുള്ള കമ്പ്യൂട്ടറിൽ പോയിട്ട് ആ ഫയലിനെ നമ്മൾക്ക് നമ്മുടെ ക്ലയൻറ്റ് സിസ്റ്റത്തിലേക്ക് എടുത്തുകൊണ്ടുവരും. ഓക്കെ, അപ്പോൾ അതാണ് ഇനി അത് എങ്ങനെയാണ് IP അഡ്രസ്സ് സെർച്ച് ചെയ്യുന്നതെന്ന് നമുക്ക് ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് അതുതന്നെയാണ് പഠിക്കാനുള്ളത്. അപ്പോൾ നോക്കാം. അപ്പോൾ ഇവിടെ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. DNS സെർവേഴ്സ് എന്താന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ അവിടെ കൊടുത്തിരിക്കുന്നത്? A DNS server runs a special purpose networking software that contains a database of domain names and their IP address. ഓക്കെ, അപ്പോൾ ഈ DNS സെർവേഴ്സ് എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ഡൊമൈൻ നെയിംസ് നമ്മുടെ വെബ്സൈറ്റ് അഡ്രസ്സ്, അല്ലേ? അതുപോലെ തന്നെ അതിൻ്റെ IP അഡ്രസ്സിൻ്റെയും ഒരു ലാർജ് ഡാറ്റാബേസ് ആണ്, നമ്മുടെ ഡാറ്റാബേസ് സോഫ്റ്റ്വെയർ ആണ് നമ്മുടെ DNS സെർവേഴ്സ് എന്ന് പറയുന്നത്. The domain name system DNS runs on a DNS server and returns the IP address of the domain name requested by the client computer. അതായത് ക്ലയൻറ്റ് കമ്പ്യൂട്ടേഴ്സിൽ വെച്ച്, ക്ലയൻറ്റ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രൗസ് ചെയ്യുന്ന കമ്പ്യൂട്ടറിൽ വെച്ചിട്ട് ഈ ഡൊമൈൻ നെയിംസിനെ അതിൻ്റെ കൺസേൺ IP അഡ്രസ്സുമായിട്ട്, അല്ലേ, IP അഡ്രസ്സുമായിട്ട് കണക്ട് ചെയ്ത് ആ IP അഡ്രസ്സിലുള്ള വെബ്സൈറ്റ് നമ്മൾക്ക് റിസീവ് ചെയ്യും. അതായത് ക്ലയൻറ്റ്സ് റിക്വസ്റ്റ് ചെയ്യുന്ന IP അഡ്രസ് ഉള്ള മീൻസ് URL IP അഡ്രസ്സ് വെച്ചിട്ട് ഈ DNS സെർവേഴ്സ് സെർച്ച് ചെയ്ത് നമ്മുടെ ക്ലയൻറ്റ്സിലേക്ക് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളുടെ DNS സെർവറിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ, IP അഡ്രസ്സ് എന്താണ് നമ്മൾ +1 പഠിച്ചിട്ടുണ്ട്. ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് IP അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് നെറ്റ്വർക്കിലുള്ള എല്ലാ ഡിവൈസുകളെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 4 പാർട്ട് ന്യൂമറൽ ലേബൽസിനെയാണ് നമ്മൾ എന്ത് പറയുക, അവിടെ ഡോട്ട് കൊണ്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള 4 പാർട്ട് ന്യൂമറിക്കൽ ലേബൽസിനെയാണ് നമ്മൾ എന്ത് പറയുക, അവിടെ IP അഡ്രസ്സ് അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ അഡ്രസ്സ് എന്ന് പറയുക. അത് താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, നോക്കി നോക്കുക. ആൻഡ് ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ ഓർ IP അഡ്രസ് ഈസ് എ 4 പാർട്ട് ന്യൂമറിക്കൽ ലേബൽ, അല്ലേ? IP അഡ്രസ് എന്ന് പറയുന്നത് 4 ഭാഗങ്ങളുള്ള ന്യൂമറിക്കൽ ലേബലാണ്, ന്യൂമറിക്കൽ വാല്യൂ ആണ്, സെപ്പറേറ്റഡ് ബൈ ഡോട്ട്,
അല്ലേ, ഡോട്ട് കൊണ്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള 4 ഭാഗങ്ങളുള്ള ന്യൂമറിക്കൽ അഡ്രസ്സിനെയാണ്, ലേബൽസിനെയാണ് നമ്മൾ എന്ത് പറയുക, IP അഡ്രസ് എന്ന് പറയുക. അസൈൻ ടു ഈച്ച് ഡിവൈസ് കണക്റ്റഡ് ടു എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ദാറ്റ് യൂസസ് ദ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ഓർ കമ്മ്യൂണിക്കേഷൻ. അതായത് ഇന്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള, നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ ഡിവൈസുകളെയും ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള 4 ഭാഗങ്ങളുള്ള ന്യൂമറിക്കൽ ലേബൽസിനെയാണ് നമ്മൾ എന്ത് പറയുക, IP അഡ്രസ് എന്ന് പറയുക. ഇപ്പം നമ്മളുടെ വീടുകളിലേക്കൊക്കെ നമ്മൾക്കൊക്കെ ഓരോ അഡ്രസ്സ് ഇല്ലേ, എന്തിനാ അഡ്രസ്സ്, നമ്മളതിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. അതേപോലെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ ഡിവൈസുകളെയും ഐഡന്റിഫൈ ചെയ്യാനുള്ള 4 ഭാഗങ്ങളുള്ള ന്യൂമറിക്കൽ ലേബലിനെയാണ് നമ്മൾ IP അഡ്രസ് അല്ലെങ്കിൽ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ അഡ്രസ് എന്ന് പറയുക. അതിനൊരു എക്സാമ്പിൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. 172.16.254.1 അങ്ങനെയായിരിക്കും IP അഡ്രസ് ഉണ്ടാവുക. ഈ നമ്പർ തന്നെ ആവണമെന്നില്ല കേട്ടോ, 4 ഭാഗങ്ങളിലുള്ള ഏത് നമ്പേഴ്സും അതിൻ്റെ അഡ്രസ്സായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇനി എങ്ങനെയാണ് ഈ DNS IP അഡ്രസ്സുമായിട്ട് നമ്മുടെ വെബ്സൈറ്റുകൾ എങ്ങനെയാണ് IP അഡ്രസ്സുമായിട്ട് കണക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവിടെ സെർച്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണ് IP അഡ്രസ്സ് കണ്ടുപിടിച്ച് നമുക്ക് സൈറ്റ് കിട്ടണതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മളുടെ കമ്പ്യൂട്ടറിൽ നമ്മൾ www.google.com അല്ലെങ്കിൽ facebook.com എന്ന് പറയുന്ന സൈറ്റാണ് ടൈപ്പ് ചെയ്യണതെന്ന് നമ്മൾ വിചാരിക്കുക. അങ്ങനെ നമ്മൾ facebook.com എന്ന് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ബ്രൗസർ എടുക്കും. ആ ബ്രൗസർ ഇപ്പോൾ ഗൂഗിൾ ക്രോമോ മൊസില്ല ഫയർഫോക്സോ ഏതായാലും കുഴപ്പമില്ല. ആ ബ്രൗസർ എടുത്തിട്ട് നമ്മളവിടെ www.google.com അല്ലെങ്കിൽ facebook.com എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ അടിക്കുന്ന സമയത്ത് ആ സൈറ്റ് നമുക്ക് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ മില്ലി സെക്കൻഡുകൾ കൊണ്ട് നടക്കുന്ന പരിപാടികൾ എന്തൊക്കെയാണെന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. ആദ്യം എന്ത് ചെയ്യുന്നറിയോ, ഈ ബ്രൗസറിന് ഒരു ക്യാഷ് മെമ്മറി ഉണ്ടാവും. ആ ക്യാഷ് മെമ്മറിയിൽ സെർച്ച് ചെയ്യും, ഈ ബ്രൗസർ സെർച്ച് ചെയ്യും. എന്താ സെർച്ച് ചെയ്യുക, ഇതിനു മുമ്പേ ആരെങ്കിലും എപ്പോഴെങ്കിലും ഈ സെയിം ബ്രൗസർ ഉപയോഗിച്ചിട്ട് ഈ സൈറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കും. ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ആ ബ്രൗസറിൻ്റെ ക്യാഷ് മെമ്മറിയിൽ അതിൻ്റെ IP അഡ്രസ്സ് ഉണ്ടാവും. ജസ്റ്റ് അതിങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്താൽ മാത്രം മതി. ഓക്കെ, ഇനി ആ ബ്രൗസർ നോക്കും, അതിൽ ആരെങ്കിലും ഓപ്പൺ ചെയ്തിട്ടുണ്ടോ നോക്കും. ഉണ്ടെങ്കിൽ നമുക്ക് ആ IP അഡ്രസ്സ് വേഗം എടുത്തിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് സൈറ്റ് കിട്ടും. അല്ലെങ്കിൽ എന്ത് ചെയ്യും എന്നറിയോ, അല്ലെങ്കിൽ ഇപ്പോൾ ഇതിൽ നോക്കിയിട്ട് കിട്ടിയിട്ടില്ല വിചാരിക്കാം, ഈ ബ്രൗസറിൻ്റെ ക്യാഷ് മെമ്മറിയിൽ ആരും ഇത് ഓപ്പൺ ചെയ്തിട്ടില്ല എങ്കിൽ വേഗം എന്ത് ചെയ്യും, ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ മീൻസ് ആ കമ്പ്യൂട്ടറിൽ ആരെങ്കിലും വേറെ ഏതെങ്കിലും ബ്രൗസർ ഉപയോഗിച്ചിട്ട് ഈ സൈറ്റ് ഓപ്പൺ ചെയ്തണോ നോക്കും. ഓക്കെ, ആദ്യം ബ്രൗസറിൻ്റെ ക്യാഷ് മെമ്മറിയിൽ നോക്കും ആരെങ്കിലും ഈ സൈറ്റ് ഓപ്പൺ ചെയ്തണോ എന്ന്. അതല്ല ഇവിടുന്ന് കിട്ടിയിട്ടില്ല എങ്കിൽ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ, അതായത് നമ്മളുടെ കമ്പ്യൂട്ടറിൽ വേറെ ഏതെങ്കിലും ബ്രൗസർ ഉപയോഗിച്ചിട്ട് ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തണോ നോക്കും. ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ക്യാഷ് മെമ്മറിയിൽ എന്ത് കിടക്കുന്നുണ്ടാവും, ആ വെബ്സൈറ്റിൻ്റെ IP അഡ്രസ്സ് കിടക്കുന്നുണ്ടാവും. നേരെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്താൽ മാത്രം മതി. ഇനി ഇല്ലെങ്കിലോ, അപ്പോൾ ബ്രൗസർ ക്യാഷിൽ തിരഞ്ഞിട്ടും കിട്ടിയില്ല, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ക്യാഷ് മെമ്മറിയിൽ തിരഞ്ഞിട്ടും കിട്ടിയില്ല വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, ഇത് നമ്മളുടെ ISPയുടെ ക്യാഷ് മെമ്മറിയിൽ തിരയും. ISP ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ് എന്നാണ് ISPയുടെ ഫുൾ ഫോം. ആരാണ് ഈ ISP? നമ്മൾക്ക് ഇൻ്റർനെറ്റ് സർവീസ് ആരാണോ പ്രൊവൈഡ് ചെയ്യുന്നത് അവരേനെ നമ്മൾ പറയുന്ന പേരാണ് ISP അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ്. അതായത് നമ്മളുടെ ഐഡിയ ആണോ, BSNL ആണ്, എന്താ പറയുക, ടാറ്റ ഡോകോമോ, അങ്ങനെയുള്ള കുറേ ഇതുണ്ടാവില്ലേ, എയർടെൽ. നമ്മൾ ജിയോ ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ്. ആരാണ് ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്? അവർ ഐഡിയ, BSNL ഒക്കെ പോലെ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ബ്രൗസറിൽ നോക്കും, ബ്രൗസറിൻ്റെ ക്യാഷിലില്ല. നേരം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നോക്കും, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ക്യാഷ് മെമ്മറിയിൽ ഇല്ല. ദെൻ ISP ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സിൻ്റെ ക്യാഷ് മെമ്മറിയിൽ നോക്കും. അതായത് ഈ വെബ്സൈറ്റ് ഉപയോഗിച്ച് ISP ഇപ്പോൾ BSNL ആണെങ്കിൽ അല്ലെങ്കിൽ ഐഡിയ ആണെങ്കിൽ ഈ ഐഡിയ കണക്ഷൻസ് ഉപയോഗിച്ചും കൊണ്ട് ആരെങ്കിലും ഇത് ഓപ്പൺ ചെയ്തണോ, സൈറ്റ് ഓപ്പൺ ചെയ്തണോ എന്ന് നോക്കും. ഉണ്ടെങ്കിൽ അത് നേരെ ആ IP അഡ്രസ്സ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് വെബ്സൈറ്റ് കിട്ടും. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും എന്നറിയോ, തിരിച്ച് നമ്മൾക്കൊരു റിക്വസ്റ്റ് നമുക്ക് കിട്ടും, ഒരു റെസ്പോൺസ് നമുക്ക് കിട്ടും, നോ സച്ച് വെബ്സൈറ്റ് എന്ന് പറയുന്നത്. അതായത് ഈ വെബ്സൈറ്റ് ഇല്ല, അല്ലേ, വെബ്സൈറ്റ് നോട്ട് ഫൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് കിട്ടും. കാരണം ഈ BSNL ഐഡിയ ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മളല്ലെങ്കിലും ഈ ലോകത്ത് ആരെങ്കിലും എന്ത് ചെയ്തിട്ടുണ്ടാവും, ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ടാവുമല്ലോ, അല്ലേ. ഇപ്പോൾ BSNL നമ്മൾ മാത്രമല്ല, അല്ലെങ്കിൽ ഐഡിയ നമ്മൾ മാത്രമല്ല ഉപയോഗിക്കുന്നുള്ളൂ, ISP ഉപയോഗിക്കുന്ന ഈ ലോകത്തിൽ എത്ര ആളുകളുണ്ടാവും. അപ്പോൾ അവരാരെങ്കിലും ഉപയോഗിച്ചാലും നമുക്ക് ശരിക്കും ISP ഇത് കിട്ടും, ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ് IP അഡ്രസ്സ് കിട്ടും, അല്ലേ. പക്ഷേ
ഇവിടെ അവരും ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ, അവിടെ തിരഞ്ഞിട്ടും കിട്ടിയിട്ടില്ല എങ്കിൽ നമുക്ക് നോ സച്ച് വെബ്സൈറ്റ് എന്നോ അല്ലെങ്കിൽ വെബ്സൈറ്റ് നോട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞിട്ട് റിസൾട്ട് കിട്ടും. അതാണ് നമ്മളുടെ ബ്രൗസ് ചെയ്യുമ്പോൾ നടക്കുന്ന പരിപാടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ സെക്കൻഡ് പാർട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.